എൻ്റെ പച്ചക്കറീൻ്റെ ഒരു ചെറിയ തോട്ടത്തിലേക്കാണ് പോകുന്നത്. തോട്ടം എന്ന് പറയാനില്ല, പച്ചക്കറികളാണ് ഒരുപാട് മരുന്ന്, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. കളിക്കുന്ന മാത്രം ഒരുപാട് വണ്ടിയെല്ലാം നട്ടതിന് ഒരൊക്കെ വെണ്ടക്കില്ല. പിന്നെ എന്താ മുഴുവനും പോയി, എല്ലാം മഴ കൊണ്ട് ഒന്നും കിട്ടിയില്ല. ചെറിയ വെണ്ട അതാ അതിൻ്റെ ഉള്ളിലെന്ന സാധനമ്മ, അതാ അതിൻ്റെ ഉള്ളില് അത്. ആ ഇത് കക്കിരിക്കാം, ഇതാണ് കക്കിരിക്ക. കക്കിരിക്ക ഉണ്ടേനും എല്ലാം മൂത്ത് പോയി, നന്നല്ല, എല്ലാം മോശമായി. കക്കിരിക്ക ഇത് കണ്ടില്ല, നമ്മളെ വെണ്ടക്ക നട്ടിന് ആകെയുള്ള കക്കിരിക്കാണ്. അതിനും ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാം മഴയായതുകൊണ്ട് ഒറ്റ കായ് ഉണ്ടായില്ല, എല്ലാം മോശമായി. നമ്മളെ ഒരു കുഞ്ഞൊരു തോട്ടം. പുതിയ പുതിയ വെണ്ടക്കെല്ലാം വരുന്നുണ്ട്. കക്കിരി, കൊറേ കക്കിരി ഉണ്ട്, എല്ലാം മൂത്തുപോയി. പന്തലൊന്നും ഇട്ടിട്ടില്ല, ഇട്ടിട്ടില്ല. അത് ശരിയാണ്. ഇനിയിപ്പോ ഉണ്ടല്ലോ മഴയായതുകൊണ്ടാണ് തോന്നുന്നു ഇല്ലാത്ത. ഇനിയിപ്പോ മഴ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾക്കറിയാം ഇതെന്നാന്നുള്ളത് അറിയാം. അതങ്ങനെയൊന്നും കഴിയൂല. വൈകിട്ട് ഉണ്ടായ എല്ലാം ഉണ്ടാവുന്നുണ്ട്. കക്കിരി തന്നെ വണ്ടി എല്ലാം പോയി കഴിച്ചിട്ടുണ്ട്. നമ്മളൊരു കുഞ്ഞി തോട്ടം. നമ്മളപ്പോ അപ്പുറത്തെ വളപ്പിൽ പോവാന്ന്. അടുത്ത ഭാഗത്താണ് ചെറിയ തോട്ടത്തിലേക്കാണ്. ഒരു പച്ചക്കറി തോട്ടം എന്ന് പറയാൻ പറ്റൂല, വീട്ടാവശ്യത്തിനുള്ള ഒരു പച്ചക്കറി എടുക്കാം. എന്താ വഴുതന ഉണ്ടാ, ഇതാണ് മെനു വഴുതന. അതറിയാം. നമ്മളെ ചെറിയൊരു തോട്ടമാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടാ കറി വെച്ചാല്. ഇത് വഴുതനയില്ലേ, ടേസ്റ്റ് ഉണ്ടാവും കറി വെച്ച് വറവല്ലാക്കിയാൽ. അത് ശരിയാ. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും സാധനങ്ങൾ കിട്ടി. വഴുതിന ഒരുപാട് വളമൊന്നും ഇടാണ്ട് ഇത്ര ഉണ്ടായി. ഞാനുണ്ടല്ലോ ഈ കഞ്ഞിന്റെ വെള്ളം പുളിപ്പിച്ചിട്ട്, ചോറിന്റെ വെള്ളമില്ലേ അത് തലേത്തത് പുളിപ്പിച്ച് വെക്കും 2 ദിവസം. അത് ഒഴിച്ചിട്ടേ ഉണ്ടായി, ഒറ്റ വെള്ളം ഇട്ടിട്ടില്ല. നല്ല രസമുണ്ട്. ഇങ്ങനെയല്ല ഇവിടെ എല്ലാം നമ്മളിങ്ങനെ നട്ടിട്ടുണ്ടെങ്കിലോ ഫുള്ള് നമുക്ക് പച്ചക്കറി തൊട്ടായി. അത് ശരിയാ. അതാ കൊറേ എണ്ണം മോശമായി പോയിട്ടുണ്ട്. നമുക്ക് കൊറേ സാധനം കിട്ടി ഗൈസ്. ഇനി നമ്മൾ അപ്പുറത്ത് പോവാ. ഇത് വേറൊരു വഴുതിരിങ്ങ. വേറൊരു വഴുതിന കണ്ട, ഇത് വെള്ള വഴുതിന. ഞാൻ ഈ വഴുതിരിങ്ങ തിന്നത്. പിന്നെ നല്ല ഉണ്ട വഴുതിനുണ്ട്, ഇങ്ങനെയുള്ളൊരു ഉണ്ട വഴുതിനുണ്ട്. അത് ഈ കളറല്ലേ? അത് കളറ്. അത് നല്ല, പക്ഷെ ടേസ്റ്റ് കുറവാ. ഇത്ര ടേസ്റ്റ് ഇല്ല. പൊരിക്കാൻ നല്ലതാ. നമ്മളെ കുഞ്ഞു തോട്ടാണ് ഇത്. ബാക്ക് സൈഡാണ്. നമുക്ക് കുറച്ച് പറിക്കാം. ചേന, നമ്മുടെ ചേന. ഇതാണ് എന്റെ ചേമ്പ് തോട്ട. ഇതിന്റെ കൈ മുറിച്ച് വെച്ചാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന്. പക്ഷെ ഇതേ ഇങ്ങനെ വെക്കും, പക്ഷെ കേങ്ങിയിട്ടെന്ന് പറയാം. ഇതിന് ഒന്നും ഇട്ടിട്ട് ഇംഗ്ലീഷ് വെള്ളം ഇടാണ്ട് കഞ്ഞീന്റെ വേസ്റ്റ് അത് ഇട്ടിട്ട്. ഇതെന്താ പൂവ, നമ്മളൊരു കുഞ്ഞു തോട്ടമല്ല, ഒരു പൂവ തോട്ടം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും വീട്ടിൽ ആവശ്യത്തിന് ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അത്യാവശ്യം സാധനങ്ങളെല്ലാം നമ്മളെ അമ്മ നട്ടുവെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കാന്താരി മുളക്, നല്ല കാന്താരി. പക്ഷെ ഉണ്ടാവുന്ന അത്ര ഉണ്ടാ പൂത്തിട്ടിട്ട്. മറ്റേ വീട്ടിൽ നല്ല കൊറേ കാന്താരി ഇല്ലേ? അത് നല്ല ഒരുപാടുണ്ട് നമ്മളെ കാന്താരി. കണ്ടോ, ഇതിലാവുന്നത്ര. ഇതാണ് നമ്മളെ വളപ്പ്. ബാക്ക് സൈഡ് നോക്കൂ, നിറയെ വള്ളിയും വാഴയും തേങ്ങയും എല്ലാം, തെങ്ങും എല്ലാം ഉണ്ട്. എല്ലാം നട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മളൊരു ഇത് നട്ടിന്. ഇതാ ഗായ്സ് നമ്മളെ കുഞ്ഞൊരു തോട്ടം.
നല്ല ഉഷാറുണ്ടല്ലേ? ചേമ്പ് നല്ല ഉഷാറുണ്ട്. വെള്ളം മാത്രം ഇട്ട് കഞ്ഞീന്റെ വേസ്റ്റ്, കഞ്ഞീന്റെ വെള്ളം ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയത്. നല്ല രസമുണ്ട്, കാണാനും വൃത്തിയുണ്ട്, ഭംഗിയെല്ലാം ഉണ്ട്. നല്ല ഉഷാറായിട്ട് സ്ട്രോങ്, നമ്മളെ സ്ട്രോങ് ആയിട്ടുണ്ട്. ചേന ഇതറിയാം? ആ ഇതറിയാം, പക്ഷെ ഞാൻ തിന്നിട്ടില്ല ഇത്. ഇത് ഞാൻ തിന്നിട്ടില്ല ഗായ്സ്. പുളിങ്കറി ഉണ്ടാക്കും, വറവുണ്ടാക്കാൻ. നല്ല വെണ്ടക്ക കണ്ട ഗായ്സ്. നല്ല വെണ്ട, അതേ വെണ്ട ആയത് നമ്മള് മുമ്പിലായിട്ടില്ലേ? വെണ്ടക്ക കണ്ട, നമ്മളെ വെണ്ടക്ക കണ്ട ഗായ്സ്. സ്വന്തം വീട്ടിലത്തെ വെണ്ടക്കയാണ്, നല്ല ഫ്രഷ് ആണ്. ആ ചെടി കണ്ടാ, നമ്മള് ഒരു വെള്ളമൊന്നും ഉപയോഗിക്കാണ്ട്, ഒരു മരുന്നൊന്നും ഇല്ലാണ്ട് നമ്മള് സാധാ കഞ്ഞും വെള്ളത്തിനെ കൊണ്ട് ഒഴിക്കുന്ന ഇതാണ്. വേസ്റ്റും കൊണ്ട് ഇതാക്കുന്നത്. ഒരു ഇംഗ്ലീഷ് മരുന്നും കെമിക്കൽ മരുന്നും ഒന്നും ഇല്ല. ആ വേണ്ട തന്നെയാണ് ഈ വേണ്ട. പക്ഷെ ഇത് ഉഷാറുണ്ട്. പക്ഷെ അത് പറഞ്ഞില്ല, മഴയത്ത് കോല് പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ചേന, ചേനന്റെ ചേനത്തണ്ട് വക്കലുണ്ടാ? ഇല്ല, ഞാൻ ചേന ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇതില്ലേ, ഈ ചേനന്റെ തണ്ടില്ലേ, ഇത് നമ്മളിപ്പോ ഇത് വറവാക്കും, ഇത് പച്ചടിയാക്കും, ഓലം വെക്കും, പരിപ്പൂട്ടി വെക്കും, എല്ലാ കറികളും ഉണ്ടാക്കും. ഇതിപ്പം ഞാനിപ്പോ ഇത് വറച്ചത് എല്ലാം ഞാൻ വറക്കും. ഇത് നാളെ ഒരു പച്ചടി ഉണ്ടാക്കുമല്ലേ? പച്ചടി ഉണ്ടാക്കും. അപ്പൊ ഗായ്സ് നമ്മളെ ടേസ്റ്റ് നോക്കാൻ തരാട്ടോ, എനിക്ക് തരണേ. ഞാൻ ഇതുവരെ ഇതൊന്നും കൂട്ടിയിട്ടില്ല, ഞാൻ കാണാറുണ്ട് ഇതെല്ലാം. ഇത് ആ സാധനത്തിന്റെ പേര് നല്ല ഞാൻ മറന്നുപോയി. ചേന ഇതെല്ലാം കിളക്കാനായ ചേനയാണ്. ഇത് കിളക്കാനായ ചേന, ഇത് നമ്മളെ ഓണത്തിന് ഇതാക്കാനായ ചേന. അതിന്റെ ഇലയെല്ലാം ഞാൻ പറിച്ചു. ഈ ഇതില്ലേ, ഇത് ഞാൻ കറി വെക്കണം എന്ന് വിചാരിച്ചു, ഞാൻ പക്ഷെ അത്രയും വെച്ചാൽ കൂട്ടാനാവില്ല. കൂട്ടാൻ ആളില്ല. അല്ല, ഓലം വെക്കണം എന്ന് വെച്ചാൽ മൂത്തു. നമ്മളൊരു കുഞ്ഞു കറിവേപ്പില, നമ്മളെ കരിവേപ്പില വേണ്ട, നല്ല ഉഷാറാണ്, ഒരു ഇതും ഇല്ല, നല്ലയാണ്. ചെറുതാണെങ്കിലും നല്ല മൂത്തതാണ്. മീന് കയ്യ വെള്ളം ഒഴിക്കൂലെന്ന് എല്ലാരും പറയാം, പക്ഷെ ഞാനിത് വളർത്തിയത് മീൻ കയ്യ വെള്ളം ഒഴിച്ചിട്ട, ഒന്നും വളമില്ല. നമ്മളെ അമ്മ മീൻ കഴുകിയ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതെല്ലാം ഇതാക്കിയത്. കഞ്ഞിയും വെള്ളവും അതും ഇതെല്ലാം കെമിക്കലൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. മീന്റെ വേസ്റ്റ് എല്ലാം എന്നാ ചെയ്യാൻ പറയാം, 4 ഭാഗം തടെടുത്തിട്ട് അതിൽ കൊണ്ടിടും. അങ്ങനെ ഇതുണ്ടാക്കിയുണ്ടോ? ചെറിയ നല്ല കറിവേപ്പില, നല്ല കറിവേപ്പില കണ്ടാ, നല്ല വൃത്തിയുണ്ട് കണ്ടാ. ഈ ചേനേന്റെ തണ്ടും ഞാൻ വെക്കും. ഇവിടെ നാരങ്ങ നട്ടിട്ടുണ്ട്. നാരങ്ങ ഉണ്ടോ? നമുക്ക് നാരങ്ങ നോക്കാൻ പോവാം. നട്ട് നമുക്ക് നോക്കാൻ പോവാം ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ചേനേന്റെ. അതൊന്നും ആയില്ല. ഞാൻ പിന്നെ കൃഷിഭവനിൽ നിന്ന് കൊണ്ടുപോയിട്ടതാണേ, അതൊന്നും ആയില്ല, വളമൊന്നും ഇട്ടില്ല. വേഗം കൈ ഉണ്ടാവും പറഞ്ഞിട്ട് അവര് കൊണ്ടുപോട്ടെ കൃഷിഭവനിന്ന്. അതേ ഉണ്ടാവും, അതന്നെ ഇനി വളമെല്ലാം ഇട്ടിട്ട് നമ്മളിതാ. പിന്നെ ഇതില്ലേ താള്, ഇത് ഞാൻ കളഞ്ഞിട്ടില്ല, നമ്മളിത് കറി വെക്കും. കറി വെക്കും. ഇത് കളയാണ്ട് ഇത് നല്ല ടേസ്റ്റ് ആണ്. ഇലയല്ല, ഇലയല്ല, തണ്ട്. ആ തണ്ട് അതന്നെ. ഇത് കറി വെക്കാൻ വേണ്ടി ഇത് തന്നെ ആവട്ടെ, ഒരു ദിവസം ഇത് കറി വെക്കാൻ വെച്ചിട്ട് ഞങ്ങളുടെ കളയാണ്ട് വെച്ചതാ. വയക്കാൻ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ചിലയൊക്കെ ചൊറിയും. ഇത് ചൊറിയും. ഞാൻ ഫസ്റ്റിലും അങ്ങനെ ചേന ചൊറിയും, പക്ഷെ എങ്കില് എല്ലാം അല്ല, ചിലത്. ഇതെന്താ വേണ്ട അറിയാ, ആവി പുറത്തു പോവാണ്ട് വേവിക്കണം, ഒന്നെങ്കിൽ കുക്കറില്, പിന്നെ ആവി പുറത്ത് കളയാണ്ട് വേവിച്ചാല് ഇത് ചൊറിയൂല. താള് അത് ഞാൻ സൂക്ഷിച്ചതാ. പക്ഷെ എനിക്ക് തിന്നാൻ നല്ല ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ചൊറിയും, അതുകൊണ്ട് മാത്രം ഞാൻ തിന്നാറില്ല. എല്ലാവർക്കും പറ്റൂല, എല്ലാവർക്കും പറ്റൂല. വെള്ളമൊന്നും ചൊറിയൂല. ഞാൻ എത്ര മുറിച്ച് കറി വെച്ചു. കറി വെച്ചല്ലേ? അതെന്റെ ചേമ്പ്, ഇതാ ചേമ്പ്, നമ്മുടെ ചേമ്പ്. ഇതെല്ലാം നല്ല ഫ്രഷ് സാധനമാണ്. അതിന്റെ കയ്യെല്ലാം മുറിച്ച് വെച്ചാൽ അതേപോലെ തന്നെ ഇതും വെക്കും. എനിക്ക് വേണോ വെക്കാൻ? വേണം. അയ്യോ വേണ്ട. ഇപ്പൊ നമുക്ക് അത്യാവശ്യം വീട്ടിൽ പെട്ടെന്ന് രാത്രി എന്തേലും കഴിഞ്ഞു പോയാൽ നമുക്ക് പെട്ടെന്നൊരു ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മളിവിടെ ഉണ്ട്, എല്ലാം ഉണ്ട് നമ്മളിവിടെ. ഇതാ നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി, ഇതും കിട്ടി, ഇതും കിട്ടി. നല്ല നല്ല സാധനം, ഇത് നല്ല ഫ്രഷ് സാധനമാണ് ഗൈസ്. ഇതാ അത്രയും കുറേ സാധനം കിട്ടി. ഒരു വെണ്ടയ്ക്ക കൊണ്ട് ഒരു സാമ്പാർ ഉണ്ടാവും അല്ലേ? അത് മതി, ഒരു വറവായാലും മതി. അല്ല, ഒരു വെണ്ടയ്ക്ക ഉണ്ട് ഒരു സാമ്പാർ. നല്ല വെണ്ടക്ക പുളിഞ്ചറി വെച്ച്. നമ്മളൊരു കുഞ്ഞി ചെടിത്തോട്ടം, കുഞ്ഞാണ് ഗൈസ്.
അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ചെടികളെല്ലാം ഉണ്ട് ഇടാ. നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ വളർത്തുന്ന ഇത്രയും സാധനങ്ങൾ കിട്ടി. നമുക്കിത് നല്ലൊരു കറി വെച്ചിട്ട് നല്ല ഇതിലും കിട്ടി. കുറേ സാധനങ്ങൾ കിട്ടി. ഇത് കിട്ടി ഒരാഴ്ചത്തെ കറി ആയി. കായ് നല്ല ദിവസം ഉണ്ടാവും. നമ്മളൊരു കുഞ്ഞ് ഞാറാണ് ഗൈസ്. ഇതാ ചെറുതാണ്. ഇതാ ഗൈസ് നമ്മുടെ നാറാണ്. ചെറുതാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയെല്ലാം ഉണ്ട്. അതൊന്ന് ഇതൊന്ന് ഇങ്ങനെ 3 സെറ്റാണ്. അമ്മ ഇത് ഏടെ നടനാണ്? ഏടെ നട്ടേ? ഇത് മുല്ലക്കൊടി വയലിലേക്ക് ഇത് പൊരിച്ചു കൊണ്ടുപോയിട്ട് പറിച്ച് വയലിൽ നടും. അതിന് വേണ്ടി ഞാൻ ഇട്ട വിത്തായത്. ഇനിയിപ്പോ അപ്പൊ ഇത് എപ്പ ഇനി പറിച്ചോണ്ട് പോയിട്ട് നടുവാ? മാസം പറിക്കുമല്ലേ? വയലിൽ നടും. നടുവല്ലേ? നല്ല ദിവസമാണ് കണ്ട. ഇതാ എല്ലാ മാസം ആകുമ്പോഴേക്ക് ഈ മാസം ലാസ്റ്റ് ഒക്ടോബർ പകുതിയാകുമ്പോഴേക്ക് ഇത് പറിക്കുമല്ലേ? വയലെവിടെയുള്ളേ? മുല്ലക്കൊടി വയല്. നമ്മളെ മുല്ലക്കൊടി വയല് വലിയൊരു വയല്. നല്ല രസമാണ് ഗൈസ്. നിങ്ങൾ എപ്പെങ്കിലും ഒരിക്കൽ കാണാൻ വരണം. ഇത് നമ്മളെ ആസാമിലൊരു സാധനം. ഇവിടെയെല്ലാം ചില സ്ഥലത്തെല്ലാം ഇത് നല്ല. ഇത് ആസാമെന്ന് കൊണ്ടുപോയിട്ട ഒരു പുളിയാന്നേ. ഇത് ആസാമെന്ന് ഇവര് കൊണ്ടുപോയിട്ടതാ. നമ്മളെ ഇവര് കൊണ്ടുപോയിട്ടതാ. ഇത് പുളിയാ. എന്തിനാ വേണ്ടി ഇത് ഉപയോഗിക്കുക? ഇത് കറി വെക്കാനും ഉപയോഗിക്കും. മീൻ കറിക്ക് നല്ല രസം ഉണ്ടാവേ. ഒരു അതിലടിച്ചിരുന്നതാ. അല്ല ഇതന്നെ ഇത് ഈ ചപ്പ് കുറച്ച് കഴിയുമ്പോ ഇവിടെ ഒരു മുട്ട പോലെ വരും ചുമന്നിട്ട്. ചുമന്നത് അതും ഉപയോഗിക്കും ഇതും ഉപയോഗിക്കും. നല്ല രസം ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടപ്പോ കഴിച്ചിട്ടുണ്ട്. ഇത് ഒരു ആസാമെന്ന് കൊണ്ടിട്ട് ഇത് പുളി ആയിട്ടാകുമ്പോ നിനക്ക് കാണിച്ചു തരാം. നമ്മളപ്പോ മഞ്ഞൾ തോട്ടത്തിൽ പോവാ. ഇപ്പുറത്തും ഉണ്ട്. അത് പുഴു വരുന്നായിരിക്കൂലേ? നമ്മളിവിടെ കെമിക്കൽ ഒന്നും നെട്ടിട്ടില്ല. തോലും വളവും മാത്രം. ഉമി ഇട്ട് കൊടുത്തിന് മാത്രം നല്ല ഉഷാറായി. വേറെ ഒരു കെമിക്കലോ അല്ലെ പുറത്തുനിന്ന് എന്തെങ്കിലും മരുന്നോ നമ്മളൊന്നും ഇട്ടിട്ടില്ല ഇതില്. നമ്മളെ അമ്മേന്റെ അത്രയും ഉണ്ട് കൈസ്. കണ്ട അത്രയും വലുതാണ്. നല്ല ഉഷാറാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഇത് ഇപ്പുറത്തും ഉണ്ട്. ഇവിടെ അതേപോലെ തന്നെയാണ്.